ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എന്നെനിക്ക് ലഭിച്ചത് ഗാന്ധി ഭവന്റെ ഒട്ടുമിക്ക ചടങ്ങുകളിൽ ഞാൻ എത്തിച്ചേരാറുണ്ട്. കഴിഞ്ഞ ഒരു 2-3 വർഷം എന്റെ ഗ്രാമം അരിവാക്കുളം എന്ന് പറയുന്ന ഒരു നവമാധ്യമ കൂട്ടായ്മയുടെ ഓണാഘോഷ പരിപാടികളുമായിട്ടായിരുന്നു ഞാനിവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അമ്മമാരിൽ ഒരുപാട് പേർക്കും അച്ഛന്മാർക്കും ഒക്കെ എന്നെ ഒരു പക്ഷേ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു നീണ്ട പ്രസംഗത്തിന്റെ രീതിയല്ല, കാരണം ഇവരുടെയൊക്കെ വയസ്സുകളനുസരിച്ച് എത്ര വയസ്സുകൾ 80 വയസ്സ് 60 വയസ്സ് 100 വയസ്സ് ആ വയസ്സനുസരിച്ച് ഓണക്കഥകളും ഓണപ്പാട്ടുകളും ഒക്കെ കേട്ട് വളർന്നവരാണ്. അതുകൊണ്ട് ഓണത്തിന്റെ ഐതിഹ്യമോ അതിന്റെ പിന്നാമ്പുറ കഥകളോ ഒന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു കാര്യം സൂചിപ്പിക്കാം, ഓണം എന്ന് പറയുന്നത് ഓർമ്മയാണ്. നമ്മുടെ പല വേദികളിലും കേട്ട് ആരംഭിച്ചിട്ടുള്ള സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓണം നടന്നിട്ടുള്ള അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു പക്ഷം പറയും അങ്ങനെ ഒരാളുണ്ടായിരുന്നു അല്ലെങ്കിൽ മാവേലി, മറുപക്ഷം പറയും ഇല്ലായിരുന്നു, ഇതൊരു സങ്കല്പമാണ്. മറ്റൊരു പക്ഷം പറയുന്നത് ഒരു കൊയ്ത്തുകാല ഉത്സവമാണ്, അവരതിന്റെ കിളികൾ നിർത്തും. കേരളത്തിലെ ഓണത്തിലെ കൊയ്ത്തുത്സവം, തമിഴ്നാട്ടിലെ പൊങ്കൽ, വടക്കേ ഇന്ത്യയിലെ വൈശാഖി, സരസ്വതി പൂജ, ബീഹാറിലെ മറ്റൊരു ഉത്സവം, ഒറീസയിലെ മറ്റൊരു ഉത്സവം. ഇങ്ങനെ നോക്കുമ്പോൾ ഈ സമയത്ത് കേരളമെമ്പാടും ക്ഷമിക്കണം ഇന്ത്യ എമ്പാടുമുള്ള തന്നെ വിവിധ തരത്തിലുള്ള ആഘോഷങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇത് കേരളീയന്റെ ദേശീയ ഉത്സവമല്ല, വിശ്വോത്സവമാണ്. കാരണം എന്താ, കേരളീയ ഇല്ലാത്ത സ്ഥലമില്ല, മലയാളികളില്ലാത്ത സ്ഥലമില്ല. നമ്മൾ തമാശയോട് പറയും ചന്ദ്രനിലെ ചായകട നടത്തുന്ന മലയാളിയായ ചന്ദ്രനാണ്. അങ്ങനെ മലയാളിക്ക് എവിടെയുണ്ട് അവിടെയൊക്കെ തന്നെ നമ്മൾ എത്തിപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വിശ്വ ഉത്സവം തന്നെയാണ്. ഇങ്ങനെ നമ്മുടെ നാട് വിട്ടു പോകുന്നവരൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വരാറുണ്ട്, ഇല്ലേ? മകൻ പേർഷ്യയിലോ, പേർഷ്യ എന്ന് പറയുന്ന രാജ്യം, ഇപ്പൊ ആ രാജ്യങ്ങളുടെ പേരുകളൊക്കെ തരംതിരിച്ച് നമ്മൾ പറയാൻ തുടങ്ങി. ദുബൈയെന്നും ഷാർജയെന്നും അബുദാബിയെന്നും മസ്കറ്റും. അവർ വർഷത്തിൽ ഒരിക്കലാണ് മിക്കവാറും വരുന്നത്. പണ്ടൊക്കെ 2 വർഷത്തിലായിരുന്നു, പക്ഷെ ഇപ്പം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വരാൻ തുടങ്ങി. അവർ നമ്മളവരെ കാത്തിരിക്കുകയാണ്. ഒരു വാഴക്കല വെട്ടാൻ അത് കുറച്ച് കഴിയുമ്പോൾ പറയും മോൻ വരുമ്പോഴത്തേക്ക് ഇത് വിളയും, അന്ന് വെട്ടാം. ചക്ക അവൻ വരുമ്പോഴത്തേക്ക് ചക്ക കാണും എന്ന സംശയം. ഇങ്ങനെ നിരവധി അവരെ നമ്മൾ ഒരു വർഷം കാത്തിരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടി, എനിക്ക് തോന്നുന്നത് മക്കൾക്കും അച്ഛനമ്മമാർക്കും ഒക്കെ വേണ്ടി നാട് വിട്ടുപോയിട്ടുള്ള പ്രവാസികളാണ് യഥാർത്ഥ മാവേലി. കാരണം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പ്രവാസിയായ എന്റെ ഒരു സുഹൃത്തിന്റെ ജീവിതത്തിലായ ഒരു സംഭവത്തെ ആസ്പദമാക്കി ഞാൻ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ഒരു പ്രവാസിയുടെ ഓണം. നമുക്കറിയാം, വിദേശത്തൊക്കെ പോകുന്നവർക്ക് തന്നെ പല വിധത്തിലുള്ള കുടുംബമായിട്ടൊക്കെ പോകുന്നവർ പല വിധത്തിലുള്ള സാമ്പത്തിക ചെലവുകൾക്കനുസരിച്ച് പല ചെലവിനനുസരിച്ച് ഒത്തുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പലപ്പോഴും അവർ ആഘോഷങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വീട്ടിലേക്ക് വരവൊക്കെ മാറ്റി വെക്കാറുണ്ട്. അത് മിക്കവാറും അമ്മയുടെയൊക്കെ പരാതികളായിരിക്കും. ഇങ്ങനെ നീ എന്താ ഓണത്തിന് വരും, അപ്പം അമ്മയെ ഞാൻ വരാം എന്നൊരു അവസരം പറയുന്ന ഈ ഒരു പ്രശ്നമുണ്ട്, വരാൻ പറ്റത്തില്ല. അങ്ങനെ അമ്മയുടെ വിളിയെ അമ്മ വിളിച്ച ആ ഓണത്തിന് വരണം എന്ന് പറയുന്ന അമ്മയെ പല പ്രാവശ്യമായി മാറ്റിവെച്ച് ഒടുവിൽ ആ മകനെ കിട്ടുന്നത് വല്ലാത്തൊരു ദുരന്തം. ആ ഒരു സാഹചര്യത്തെ ആസ്പദമാക്കി ഞാൻ എഴുതിയിട്ടുള്ള ഒരു കഥയാണ്, ക്ഷമിക്കൊരു കവിതയാണ് ഒരു പ്രവാസിയുടെ ഓണക്കത്ത്. അപ്പൊ നമുക്ക് ഈ കവിതയിലേക്ക് പോകാം.